നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. അങ്ങനെ ICC T20 വേൾഡ് കപ്പിലുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപിച്ചപ്പോൾ ആ സ്ക്വാഡിൽ ഇതുവരെ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായിരുന്ന ശുഭ്മൻ ഗില്ലില്ല. എന്തുകൊണ്ട് ഗില്ലിനെ പുറത്താക്കി? ഒരു കുലങ്കഷമായ ചർച്ചയുടെ കാര്യമൊന്നുമില്ല, നമുക്കറിയാം എന്താ കാരണമെന്ന്. ഒട്ടും മികച്ച ഫോമിലല്ല അദ്ദേഹം T20യിൽ ഇപ്പോഴുള്ളത്. എന്നാലും ചീഫ് സെലക്ടർ അഗാർക്കർക്കും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനും ഈ കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് നോക്കാം. ഇപ്പോൾ ഈ വിഷയത്തിൽ അജിത് അഗാർക്കർ നൽകുന്ന ഒരു വിശദീകരണം എങ്ങനെയാണ്? ഒബ്വിയസ്ലി ശുഭ്മൻ നമ്മുടെ വൈസ് ക്യാപ്റ്റനായിരുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ നമ്മൾ സ്ക്വാഡിലേക്ക് എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മറ്റൊരു വൈസ് ക്യാപ്റ്റൻ വേണം. അപ്പോൾ അക്സർ, മുമ്പ് അക്സർ വൈസ് ക്യാപ്റ്റൻ ആയിട്ടുണ്ട്. ശുഭ്മൻ ആക്ച്വലി T20 കളിക്കുന്നുണ്ടായിരുന്നില്ലല്ലോ, ടെസ്റ്റ് മാത്രം കളിച്ചിരുന്ന ഒരു സമയമുണ്ട്. ഒരുപാട് T20 മത്സരങ്ങൾ ഉണ്ടായിരുന്നു. വൈസ് ക്യാപ്റ്റനായിട്ട് അക്സറാണ് ഉണ്ടായിരുന്നത്. സോ അതാണ് വൈസ് ക്യാപ്റ്റനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ കണ്ടിന്യൂറ്റി അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മളിപ്പോൾ കോമ്പിനേഷൻസ് എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ കീപ്പർ ടോപ്പ് ഓർഡറിൽ നന്നായിട്ട് ബാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റൊരു കീപ്പറെ കൂടി ഉൾപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അത് മറ്റൊരു തരത്തിലുള്ള പ്രോബ്ലമാണ്. അറ്റ് ദി മൊമെൻറ്റ് ജതേഷ് അവിടെ വിക്കറ്റ് കീപ്പറായിട്ടുണ്ടായിരുന്നു. എഗെയിൻ അദ്ദേഹം റോങ് ആയിട്ടൊന്നും ചെയ്തിട്ടല്ല. ഞാൻ പറയുന്നത് ശുഭ്മൻ്റെ കാര്യത്തിൽ നമുക്കറിയാം എന്ത് ക്വാളിറ്റി പ്ലെയറാണ് അദ്ദേഹം എന്നുള്ളത്. പെർഹാപ്സ് അദ്ദേഹത്തിന് ഇപ്പോൾ കുറച്ച് റണ്ണെടുക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ അദ്ദേഹത്തെ നമ്മൾ മിസ് ഔട്ട് ചെയ്യേണ്ടി വന്നു. കഴിഞ്ഞ വേൾഡ് കപ്പിലും അത് തന്നെ സംഭവിച്ചു, ഇപ്പോഴും അത് തന്നെ സംഭവിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത് മറ്റെന്തിനേക്കാളും കൂടുതൽ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസിൻ്റെ കാര്യം വെച്ചിട്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത് എന്നാണ് എന്തായാലും അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നത് ഈ കീപ്പേഴ്സിൻ്റെ വിഷയം, ജിതേഷിന് എന്തിനു പുറത്താക്കിയെന്ന് സ്വാഭാവിക ചോദ്യമാണ്. അപ്പോൾ സഞ്ജു ടോപ്പ് ഓർഡർ കളിക്കുന്ന ഒരു വിക്കറ്റ് കീപ്പറാണല്ലോ, അദ്ദേഹം നന്നായിട്ട് കളിക്കും. അപ്പോൾ ഇനി അവിടെ ഒരു ബാക്കപ്പ് എന്ന് പറയുമ്പോൾ ടോപ്പ് ഓർഡർ തന്നെ കളിക്കാൻ കെൽപ്പുള്ള വിക്കറ്റ് കീപ്പർ ഉൾപ്പെടുത്തി. അതാണ് ഇഷാൻ കിഷനെ ഉൾപ്പെടുത്തിയതിനും നമ്മുടെ ജിതേഷിനെ ഒഴിവാക്കിയതിനുള്ള ന്യായീകരണം. അതെങ്ങനെയാണ്? 2 വിക്കറ്റ് കീപ്പേഴ്സ് ടോപ്പിൽ കളിക്കാൻ കഴിവുള്ളവർ, അതാണ് നമ്മളിവിടെ ട്രൈ ചെയ്തത്. ഒബ്വിയസ്ലി ടീം മാനേജ്മെൻറ്റ് ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഏത് തരത്തിലുള്ള കോമ്പിനേഷൻ കളിപ്പിക്കണം എന്നനുസരിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ റിങ്കു വന്നു, അദ്ദേഹം നമുക്ക് കുറച്ചുകൂടി ഡെപ്ത് നൽകുന്നു ബാറ്റിങ്ങിൽ. അപ്പോൾ മിഡിൽ ഓർഡറിലും ലോവർ മിഡിൽ ഓർഡറിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഗുണം ചെയ്യുകയും ചെയ്യും. സോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇറ്റ്സ് മോർ ദി കോമ്പിനേഷൻ. സംവൺ ഹാസ് ടു മിസ് ഔട്ട് വെൻ യു പിക്ക് 15 അംഗ ടീം മാത്രം എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചില താരങ്ങളെ പുറത്തിരുത്തേണ്ടി വരും. അൺഫോർച്ചുനേറ്റ്ലി അതിപ്പോൾ ഗില്ലായി പോയി എന്ന് മാത്രമേ ഉള്ളൂ, എന്നല്ലാതെ മറ്റു വിഷയങ്ങളൊന്നും ഇതിലില്ല എന്നാണ് അജിത് അഗാർക്കർ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം കൃത്യമായി പറഞ്ഞത് ഇത് കോമ്പിനേഷൻസിൻ്റെ വിഷയമാണ്, അല്ലാതെ ഗില്ലൊരു മോശം പ്ലെയർ ആയതുകൊണ്ടല്ല. അപ്പോൾ വേൾഡ് കപ്പിൽ നമ്മൾ എടുക്കുന്ന കോമ്പിനേഷൻ ഇങ്ങനെയാണ്. ടോപ്പ് ഓർഡറിലൊരു വിക്കറ്റ് കീപ്പർ ബാറ്റ് ചെയ്യുന്നു. സോ അദ്ദേഹത്തെ അവിടെ ഇറക്കുന്ന സഞ്ജു സാംസൺ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ. പിന്നെ സെക്കൻഡ് വിക്കറ്റ് കീപ്പർ എന്ന് പറയുമ്പോൾ അദ്ദേഹം സഞ്ജുവിനെ പോലെ ടോപ്പ് ഓർഡറിൽ കളിക്കുന്ന ഒരാൾ വേണമെന്നുള്ളത് കൊണ്ട് ഇഷാൻ കിഷനെ ഉൾപ്പെടുത്തി എന്നുകൂടി വിശദീകരിക്കുന്നു. സൂര്യകുമാർ യാദവും ഈ വിഷയത്തിൽ ഏതാണ്ട് ഇതേപോലെയൊക്കെയുള്ള വിശദീകരണമാണ് നൽകിയത്. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പറഞ്ഞത് ഇങ്ങനെയാണ്: തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ ഉദ്ദേശിച്ചത് ഇങ്ങനെ ഈ ഒരു കോമ്പിനേഷൻസിനാണ് നമ്മൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്, അല്ലാതെ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ഇതിലില്ല. നമുക്ക് 2-3 കോമ്പിനേഷൻസ് റെഡിയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഈ സ്ക്വാഡിൻ്റെ കാര്യത്തിൽ ഹാപ്പിയാണ്. പിന്നെ തീർച്ചയായിട്ടും 2024 T20 വേൾഡ് കപ്പ് നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം 2024 T20 വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷം ശ്രീലങ്കയിൽ പോയ സമയത്ത് നമ്മൾ ഫസ്റ്റ് മാച്ചിൽ 200 റൺ അടിച്ചിരുന്നല്ലോ. അന്ന് ഗില്ല് വളരെ നന്നായിട്ട് കളിച്ചതാണ്. സോ ഫോമല്ല വിഷയം, ഇവിടെ കോമ്പിനേഷനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെ എൻ്റെ കാര്യത്തിൽ ഈ ഒരു ബാഡ് പാച്ച് ഇങ്ങനെ കുറച്ച് കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട്. എന്താണ് എൻ്റെ പ്രശ്നം എന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും ഞാൻ അതിൽ നിന്ന് തിരികെ വരും. പിന്നെ റൈറ്റ് നൗ നമ്മൾ ടീമിൽ സ്റ്റാൻഡ് ബൈസിനെ ഒന്നും പ്രഖ്യാപിക്കുന്നില്ല. അതിന് കാരണം വേൾഡ് കപ്പ് കളിക്കാൻ നമ്മുടെ നാട്ടിലാണ്. അതുകൊണ്ട് ആവശ്യമെങ്കിൽ ഈ താരങ്ങളൊക്കെ റെഡിയാണ്. അതുകൊണ്ട് വേറെ ഒരു സ്റ്റാൻഡ് ബൈ പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല എന്നുകൂടി ഇപ്പോൾ നായകൻ സൂര്യകുമാർ യാദവ് പറയുന്നു. അപ്പോൾ ഗില്ലിൻ്റെ കാര്യത്തിൽ അതാണ് അവർ പറഞ്ഞു വെക്കുന്ന കാരണം. ഇന്ത്യ പുതിയൊരു കോമ്പിനേഷനിലേക്ക് പോകുന്നു. ആ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പ് ഓർഡറിൽ ഒരു വിക്കറ്റ് കീപ്പർ കളിക്കുന്നു, ഒപ്പം അഭിഷേക് ശർമ്മയും കളിക്കുന്നു, അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട്
ഗില്ലിന് സ്ഥാനം കൊടുക്കുന്നില്ല എന്നതേ ഉള്ളൂ. ഇത് കോമ്പിനേഷൻ്റെ കാര്യമാണ് എന്നാണ് പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൽ എത്താം.